ശാരിക ശാരികയ്ക്ക് വിവാഹമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ കൂടുതലും സ്വന്തം വീട്ടിൽ നിൽക്കാനാണോ അതോ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാനാണോ താല്പര്യം? എനിക്ക് എപ്പോഴും സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം പൗർണമി. പക്ഷേ നമ്മുടെ ഒരു ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് അല്ലെങ്കിൽ സോക്കോൾഡ് കസ്റ്റംസ് ഒക്കെ അനുസരിച്ച് വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ തീർച്ചയായും ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വല്ലപ്പോഴും വന്നു പോകാൻ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന് നിൽക്കാം, താമസിക്കാം, കുഴപ്പമില്ല. പക്ഷെ സ്ഥിരമായിട്ടൊരു നിൽപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അങ്ങനെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടാണ് ഇന്നും ഈ 2025 പിറന്നു നിൽക്കുമ്പോഴും നമ്മുടെയൊക്കെ നാട്ടിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, ഭാര്യമാർ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നവവധുക്കളായിക്കോട്ടെ, കല്യാണം കഴിഞ്ഞിട്ടോ 9 10 മാസം എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ കെട്ടിത്തൂങ്ങി മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നതിൻ്റെ കാരണം ഈ ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും വെച്ച് പുലർത്തുന്നതുകൊണ്ടാണ്. ഇത് പാടെ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഞാനൊന്ന് ചോദിക്കട്ടെ, തിരിച്ചു ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഭർത്താക്കന്മാർ ഭാര്യ വീട്ടിൽ പോയി നിൽക്കാത്തത്? അത് ഗുഡ് ക്വസ്റ്റ്യനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഡിജിറ്റൽ, അതായത് ഒരു മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ നിന്ന് കുറച്ച് അഭിപ്രായ സർവേ പോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ തന്നെ പറയുകയാണ്, അതിൽ ഭൂരിഭാഗം സ്ത്രീകളും പറയുന്നത് ഭർത്താവ് വീട്ടിൽ വന്ന് നിൽക്കണ്ട, ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ സ്ത്രീകൾ പോയി നിന്നാൽ മതി. പക്ഷേ എന്നാൽ ചിലരൊക്കെ പറയുന്നുണ്ട്, ശരിയാണ്, രണ്ടുപേർക്കും തുല്യത വേണം, നമ്മളെല്ലാവരും ഇക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നവരാണല്ലോ, ഭർത്താവും വന്ന് നിൽക്കണം ഭാര്യമാരുടെ വീട്ടിൽ. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാമെങ്കിൽ എന്തുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യയുടെ വീട്ടിൽ വന്ന് നിന്നുകൂടാന്ന്? അപ്പോൾ നമ്മൾ തന്നെ, അതായത് സ്ത്രീകൾ തന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്, എന്തിനെ, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാൽ മതി, എന്തുവാണേ അത് അങ്ങനെ മതി. പക്ഷേ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എപ്പോഴാണ് നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിൽ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഈ പറയുന്ന അക്സെപ്റ്റൻസ് കിട്ടുവാണെങ്കിൽ ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ അപ്പോൾ പോലും എല്ലാ ഭർത്താക്കന്മാരും ഒന്നും തയ്യാറല്ല സ്ഥിരമായിട്ട് ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കാൻ. അവരുടെ ഒരു അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് വല്ലപ്പോഴും പോവാം, വല്ലപ്പോഴും നിൽക്കാം, കുഴപ്പമില്ല. പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടൊരു വ്യക്തി, ഒരു കുടുംബം, ഭാര്യയും ഭർത്താവോടെ ചേർന്ന് നിന്നവരാ കേട്ടോ, അവർ മറുപടി പറഞ്ഞു, എനിക്ക് സന്തോഷമേ ഉള്ളൂ ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കാൻ, ഭാര്യയുടെ അച്ഛനും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ നിൽക്കാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം, അതായത് ഈ ഭാര്യയുടെ അച്ഛൻ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് അവിടെ പോയാൽ ഭയങ്കര മടുപ്പാണ്. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി, ഒരാൾക്കെങ്കിലും അങ്ങനെ പറയാൻ തോന്നിയല്ലോ. അതായത് സ്ത്രീകൾക്ക് എല്ലാവരെയും ഉപേക്ഷിക്കാം, എല്ലാവരെയും വേണ്ടാന്ന് വെക്കാം, സൗകര്യമുള്ളപ്പോൾ അല്ലെങ്കിൽ സമയമുള്ളപ്പോൾ വല്ലപ്പോഴും പോയി സ്വന്തം അച്ഛനെയും അമ്മയും കണ്ടാൽ മതി. പക്ഷേ പുരുഷന്മാർക്ക് ഇതൊന്നും പറ്റത്തില്ല. ഞങ്ങൾ എവിടാണോ നിന്നത്, എങ്ങനെയാണോ നിന്നത്, ഞങ്ങൾ അവിടെ തന്നെ നിൽക്കും. പക്ഷെ നിങ്ങൾ വേണമെങ്കിൽ അഡ്ജസ്റ്റഡ് ആയിക്കോണം എന്നുള്ളൊരു ചിന്താഗതി തന്നെയാണ്. പക്ഷേ ഇവർക്കെല്ലാം വേണ്ടത് എന്താ ശാരിക? യഥാർത്ഥത്തിൽ സ്ത്രീ ധനം, അതാണ് വേണ്ടത്. അതെല്ലാം കൂടെ വേണം അവർക്ക്. സ്ത്രീയെയും വേണം, സ്ത്രീയുടെ കൂടെ കിട്ടുന്ന ധനവും വേണം. കാരണം ഇന്നും ഇതിന്റെ ഒരു ബേസ് എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ വീട്ടുകാർ തന്നെയാണ്. നമ്മളെന്ന് പറയുമ്പോൾ ഞാനും താനും ഒക്കെ ഉൾപ്പെടുന്ന, നമ്മൾ സ്വന്തമായിട്ട് വളർന്ന് വികസിച്ചു വരുന്ന വീട്ടിലെ ഒരു പ്രശ്നമാണ് ഇതെല്ലാം. എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടുകാർ, സ്ത്രീയുടെ വീട്ടുകാർ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വീട്ടുകാർ ഡിമാൻഡ് വയ്ക്കാത്തത്? സ്ത്രീധനം 1 രൂപ തരത്തില്ല. അത് ചോദിക്കാനോ ആഗ്രഹിക്കാനോ മനസ്സിലെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ട് കളഞ്ഞേക്കുക. എൻ്റെ മോളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അവൾ വൃത്തിയായിട്ട് അവൾ ജോലിയും മേടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മോനെ ഇഷ്ടപ്പെട്ടാൽ അവളെ വിവാഹം കഴിക്കാം. പിന്നെ എൻ്റെ മോളെ വേണമെങ്കിൽ അവൾക്ക് അടുത്ത ഡിമാൻഡ് കൂടെ വയ്ക്കാം, എൻ്റെ മോളെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് അയക്കത്തില്ല, അവൻ ഇവിടെ വന്ന് നിൽക്കാം. എത്ര ചെറുക്കന്മാർ തയ്യാറാകും? അപ്പൊ തന്നെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇപ്പോഴും ഈ സർവേ ഞാനും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ റീൽ ചെയ്യാൻ കണ്ടിരുന്നു. അതിനകത്ത് ഒരു അമ്മയോട് ഒരു പെൺകുട്ടി, ഈ പറയുന്ന പെൺകുട്ടി ചോദിക്കുകയാണ്, ഇങ്ങനെ ഭർത്താക്കന്മാർ വീടുകളിൽ പെൺകുട്ടികളുടെ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ട്, എന്ത് യോജിക്കുന്നു ചോദിച്ചപ്പോൾ അവരുടെ വളരെ വളരെ നാച്ചുറലായിട്ട് അവർ വന്നു പോയതാണേ, എനിക്ക് 2 ആമക്കളുള്ളതാ എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ? അതൊന്നും പറ്റത്തില്ല. അപ്പൊ 2 ആമക്കളുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരാൾ അവിടെ, എന്നാലും അതത്ര ശരിയായ ഒരു കാര്യമൊന്നും അല്ല അങ്ങനെ ചെയ്യുന്നത്. ഈ ചിന്ത, അവരൊരു സ്ത്രീയാണ്, ഈ ചിന്ത. അതുപോലെ ഒരു അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ ഭാര്യ? ഒരിക്കലും പറ്റത്തില്ല, അതെങ്ങനെ നടക്കും? ശരിയാണ്, സ്ത്രീ അമ്മയാണ്, സ്ത്രീകളല്ലേ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത്, നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നത്, നമ്മുടെ വസ്ത്രം കഴുകുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, പ്രസവിക്കുന്ന ഒക്കെ സ്ത്രീയല്ലേ, പുള്ളിക്ക് ചില പ്രായമുണ്ട്. പക്ഷേ സ്ത്രീയുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല, സ്ത്രീധനവും മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിൽ വളരെ അപൂർവമായിട്ട് മാത്രം ഒരു പുരുഷൻ പറഞ്ഞൊരു കാര്യമുണ്ട് സ്ത്രീയുടെ, അതൊരു എനിക്ക് ഒരു എന്തോ മീൻ കച്ചവടക്കാരനോ അങ്ങനെ ഒരു പയ്യനാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സത്യത്തിൽ സന്തോഷം തോന്നി. പൗർണമി പറഞ്ഞല്ലോ, ഒരാളെങ്കിലും ഒക്കെ വളരെ അപൂർവം ചില നുറുങ്ങുകളുണ്ടല്ലോ അതിനകത്തും, നുറുങ്ങ് വെളിച്ചം. അതിനകത്ത് അയാൾ പറയുന്നത്, മുഖവും പണവും ഒക്കെ നോക്കിയല്ലല്ലോ വിവാഹം കഴിക്കേണ്ടത്, അവളുടെ സ്നേഹം നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു പങ്കാളി വേണമെന്ന് ചിന്തിച്ചല്ലേ. ആ മനുഷ്യന് അങ്ങനെ പറയാനുള്ള വിശാല ഹൃദയം, ഒരു പക്ഷേ ആ മനുഷ്യൻ ആ ലെവലിൽ ഇരിക്കേണ്ട ഒരു മനുഷ്യനല്ലായിരുന്നായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിലും ദൈവം അങ്ങനെയല്ലേ ചെയ്യുള്ളൂ എന്ന് ചിലപ്പോൾ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എത്ര വിശാലമായിട്ടാണ് ആ മനുഷ്യൻ ചിന്തിക്കുന്നത്. ആ മനുഷ്യൻ ചിലപ്പോൾ ഒരുപാട് എലാബറേറ്റഡ് വായനകളും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് സോ കോൾഡ് ആ ഒരു ചിന്താഗതി? ഞാൻ പറയുന്ന പോലെ ആ ഇപ്പോഴെങ്കിലും ഷോർട്ട് ഫിലിംസിലൂടെ നമ്മൾ കാണാറുണ്ട്, പെണ്ണ് കാണൽ ഒരാണ് കാണൽ,
അതൊക്കെ ഇന്നും പക്ഷെ എവിടെയൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ? എങ്ങും നടക്കുന്നില്ല. പറയുന്ന പോലെ ഷോർട്ട് ഫിലിംസിലും അല്ലെങ്കിൽ റീൽസിലും അതെ, അതിൽ മാത്രമേ നടക്കുന്നുള്ളതൊക്കെ. അതോടൊപ്പം ഈ സ്ത്രീധന പരിപാടി കുറെ കാലങ്ങളായിട്ട് അലമുറയിട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അത് പെണ്ണ് വീട്ടുകാർ തന്നെ ചിന്തിക്കണമെന്ന് ആൺവീട്ടുകാർ പറയുന്നു. അവർ കൊടുക്കുന്നത് കൊണ്ടാണ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്. ശരിയാണ്, ഇന്നും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ റീസെന്റ് ആയിട്ട് എൻ്റെ വീട്ടിൽ നടന്നൊരു കല്യാണത്തെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ വീട്ടുകാരെ തലിക്കില്ലോ, എന്നാലും ഞാൻ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും പറയാതിരിക്കാൻ വയ്യ. അവർ പറയും 50 പവനും ഈ പറയുന്ന പോലെ പെണ്ണിന് 50 പവൻ തരും. അല്ലെങ്കിൽ പെണ്ണ് ചെറുക്കൻ വീട്ടുകാർ ചോദിക്കുന്നില്ല, അവർ ലവ് മാരേജ് കൂടാണ്. എന്നാൽ പോലും പെണ്ണിന്റെ വീട്ടുകാരെ ഇൻസിസ്റ്റ് ചെയ്തേട്ടാ അവിടെ. അവർ ചെറുക്കൻ്റെ വീട്ടുകാരെ മനസ്സിൽ ആഗ്രഹം ഇട്ടുകൊടുക്കുവാണ്. 50 പവൻ തരാന്ന് പറഞ്ഞിട്ടാ. മനുഷ്യനല്ലേ വർഗം, ദേവന്മാരൊന്നും അല്ലല്ലോ പെട്ടെന്ന്. അല്ലെങ്കിൽ ഈ പറയുന്നത് ഗാന്ധിജി അല്ലല്ലോ നന്മമരങ്ങൾ ചിന്തിക്കാനായിട്ട്. അപ്പോൾ 50 പവനോ? അപ്പൊ എത്ര ലക്ഷം രൂപ? 40 ലക്ഷം രൂപ, 45 ലക്ഷം രൂപയോളം വരത്തില്ല ഇപ്പോഴത്തെ ഒരു പവൻ വെച്ചിട്ട്. അതായത് എന്താണ് ഒരു 30 ലാഖിന് മുകളിൽ എന്തായാലും വരും. അപ്പോൾ അങ്ങോട്ട് പറയുകയാണ്, നീ പ്രേമിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ മോക്ക് ഞങ്ങൾ 50 പവന്റെ വക തരും. ഇത് പറയുന്ന ആരാണ്? പെണ്ണിന്റെ അച്ഛനും അമ്മയും സഹോദരനും കൂടെ ചേർന്നാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വെറുതെ ഇരുന്നാലും ഒന്നും കിട്ടത്തില്ലെന്ന് പ്രതീക്ഷിച്ചില്ല, അവന് വെറുതെ എങ്കിലും ആഗ്രഹം തോന്നാ കിട്ടുമല്ലോ എന്ന്. അപ്പൊ ഇങ്ങനൊരു അത്യാഗ്രഹം ഇട്ട് കൊടുക്കുന്നത് പെണ്ണ് വീട്ടുകാരല്ലേ? തീർച്ചയായും. ഞാൻ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം ചോദിക്കണം. ഇപ്പം സ്വാഭാവികമായിട്ടും കുറെ കാലങ്ങളായിട്ടുള്ള ഒരു രീതിയാണ് ഈ സ്ത്രീധനം കൊടുക്കുക, അല്ലെ സ്വർണം കൊടുക്കുക, കല്യാണത്തിന് ആഭരണ വിഭൂഷിതയായ ഒരു പെണ്ണിനെ മണ്ഡപത്തിലേക്ക് കയറ്റി വിടുക എന്ന് പറയുന്നത് വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എല്ലാ പെണ്ണിന്റെ വീട്ടുകാരും കരുതുന്നത്. പക്ഷേ ആ ഒരു ദിവസത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ദിവസം അണിയാൻ വേണ്ടി, ഈവൻ ഈ പറയുന്ന ചെറുക്കൻ്റെ വീട്ടുകാർ ചോദിച്ചില്ലെങ്കിലും ഇപ്പൊ അവരോട് അങ്ങോട്ട് പറഞ്ഞാലും ഒക്കെ എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ തൊട്ടേ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യം ഒരു അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചിൽ തീയാണ്. ഒരാളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുന്നിടം വരെ ടെൻഷനിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണോ വേണ്ടത്? അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ അത് എന്താണെങ്കിലും കൊടുക്കും. അത് ഇപ്പൊ കുറെ അധികം കാലങ്ങൾ വേണ്ടി വരും ആ ഒരു കൊടുപ്പ് നിൽക്കണമെങ്കിൽ. ഇനി ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും. എന്താണെങ്കിലും കൊടുക്കുന്നവരാണെ കൊടുത്തുകൊണ്ടേയിരിക്കും. ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കൊടുക്കാം, എന്നാൽ ബാക്കിയുള്ളവർ കൊടുക്കാതിരിക്കട്ടെ, എന്നാൽ അവരൊക്കെ ആ ഒരു ചിന്തയാണ് നമുക്ക് പൊതുവേ ഉള്ളത്. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു സംശയം, നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മകൾക്കാണല്ലോ, അല്ലെങ്കിൽ മകൾക്കും മകളുടെ ഭർത്താവിന് വേണ്ടിയാണല്ലോ. പക്ഷേ നമ്മൾ പറയുമ്പോൾ പോലും അവർക്ക് സ്ത്രീധനം കൊടുക്കുന്നു. ആർക്ക് സ്ത്രീധനം കൊടുക്കുന്നു? ആർക്കാണ് ഇത് കൊടുക്കുന്നത്? ഈ യഥാർത്ഥത്തിൽ എല്ലാവരുടെയും വിചാരം ഇത് കൊടുക്കുന്നത് എന്താണ്, ചെറുക്കൻ്റെ വീട്ടുകാർക്കോ ചെറുക്കൻ്റെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയാണെന്നാണ് ഒരു മജോറിറ്റി ഓഫ് പീപ്പിളും കരുതുന്നത്. ശരിക്കും അങ്ങനെയാണോ? അവർക്ക് വേണ്ടിയാണോ കൊടുക്കുന്നത്? ഒരിക്കലും. ഒരു അമ്മയും അച്ഛനും അവരുടെ ആയുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ട് അവരുടെ മകൾക്ക് കൊടുക്കുന്നത് ഒന്നും അറിയാത്ത, ഇന്നലെ കണ്ട ചെറുക്കൻ്റെ വീട്ടിലെ ചെറുക്കൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ പെങ്ങന്മാർക്കും അല്ലെങ്കിൽ സഹോദരങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണോ കൊടുക്കുന്നത്? ഒരിക്കലും അല്ല. അത് വെറും തെറ്റിദ്ധാരണയാണ്, വെറും തെറ്റിദ്ധാരണ. അതെ, കാരണം ഒരു ആയുഷ്കാലം മുഴുവൻ അവര് സമ്പാദിച്ച് പെൺമകളാകുമ്പോൾ, ഇപ്പൊ എനിക്ക് ഒരു മകളാണ് അല്ലെങ്കിൽ പൗർണമിക്ക് ഒരു മോളാണ്. അപ്പോൾ പൗർണമി ചിന്തിക്കും എന്തെങ്കിലുമൊക്കെ ഒരു വാങ്ങിച്ചു വെക്കണം. സ്വഭാവമായിട്ട് പൗർണമിക്ക് ജോലിയുള്ളപ്പോൾ എനിക്ക് ജോലിയുള്ളപ്പോൾ നമ്മൾ സ്വഭാവമായിട്ട് ചിന്തിക്കും അവൾക്കൊരു വളം വാങ്ങിക്കണം. കുറച്ച് പ്രായമായി നമ്മൾ ചിന്തിച്ച് സ്വർണ്ണം അവൾക്ക് എന്തെങ്കിലും കരുതി വെച്ചേക്കാം. പക്ഷെ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഇനി എന്ത് സംഭവിച്ചാലും ശരി അവളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് എന്ത് പൈസ നമുക്ക് മുടക്കാം, അതൊരു വിഷയമല്ല. പക്ഷെ കല്യാണത്തിന് വേണ്ടി ഒരൊറ്റ പൈസ മുടക്കാം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്നെ പോലെ പൗർണമി ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം ഇടയ്ക്ക് കയറണം, ഒന്ന് തോന്നുന്നു. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ചില മാതാപിതാക്കള് ചെറുപ്പം തൊട്ട്, ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആരും ആയിക്കോട്ടെ, ഇപ്പം നമുക്കറിയാം ഗോൾഡിന്റെ റേറ്റ് ഏത് രീതിയിൽ നിന്നാണ് ഈ ലെവലിലേക്ക് എത്തിയതെന്നറിയാം. ചില മാതാപിതാക്കള് ഈ ഒരു സംഭവം, അതായത് ഫാർ സൈറ്റഡ്നെസ് എന്ന് പറയും, അല്ലെങ്കിൽ തനിക്കൊരു കുട്ടി ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ തനിക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ അവർക്ക് മുന്നോട്ടുള്ള എല്ലാ കാര്യം, അത് കല്യാണം മാത്രമാവത്തില്ല, അവരുടെ വിദ്യാഭ്യാസവും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അവരുടെ കയ്യിൽ ഇച്ചിരി പൈസ, ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 20,000 രൂപ ഉണ്ടെങ്കിൽ ഒരു കാലത്ത് സ്വർണ്ണം 1 പവൻ കിട്ടുമായിരുന്നു. അപ്പൊ ആ കാലം മുതൽ കുറച്ചു വീതം സ്വരുക്കൂട്ടി അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ച്, അതായത് ഒരു പെൺകുട്ടി ഉണ്ടാവുമ്പോൾ ചില മാതാപിതാക്കൾ അങ്ങനെയാണ്, അവർക്ക് ജനിക്കുമ്പോൾ തന്നെ അറിയാം അത് പെൺകുട്ടികളാണ്, അവരെ നാളെ കല്യാണം കഴിച്ച് വിടണം. കാരണം അന്നത്തെ കൺസെപ്റ്റ് അങ്ങനെ. തീർച്ചയായിട്ടും കല്യാണം ഇപ്പോഴത്തെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം ഒരു പക്ഷെ മാറി ചിന്തിച്ചേക്കാം. പക്ഷെ അന്ന് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ അറിയാം കല്യാണം കഴിച്ച് വരണം. കല്യാണത്തിന് തലേന്നോ കല്യാണത്തിന് അന്ന് രാവിലെയോ അല്ല നമ്മളത് ഓർക്കേണ്ടത്. അപ്പോൾ അവർക്കുള്ളത് വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് അവർ സേവ് ചെയ്ത് പിടിച്ച് കല്യാണത്തിന് സമയമാകുമ്പോൾ അവർക്കുള്ളതെല്ലാം കൂടെ വെച്ചിട്ട് അവർ ആ സേവ് ചെയ്തതും പിന്നെ ആ കാലഘട്ടത്തിൽ അവർക്ക് വാങ്ങാൻ പറ്റുന്നതും ഒക്കെ കൂടിയായിട്ട് ഒരു സമ്മാനമായിട്ട് അങ്ങ് കൊടുക്കും. പക്ഷെ ചില മാതാപിതാക്കൾ ആ കാലഘട്ടത്തിലും ഉണ്ട് എന്ത്, പെൺമക്കളാണെന്നൊക്കെ അറിയാം, പക്ഷേ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഈ ഫാർ സൈറ്റഡ്നെസ് എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ്ലി ഇല്ല. ആ സമയമാകുമ്പം ചിലപ്പം അവർക്കുള്ളത് ചിലപ്പോൾ ഒരു 25 പവൻ അല്ലെങ്കിൽ അത്രയും കൊടുക്കാനുള്ള ഒരു ആസ്തി, അതും കൊടുക്കണം എന്നല്ല പറയുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ അത് കൊടുക്കാനുള്ള ആസ്തിയും ഉണ്ടാവുള്ളൂ. പക്ഷേ എങ്ങനെയാ അത് കൊടുത്താൽ മോശമല്ലേ? മകൾക്ക് ചെന്ന് കയറുന്ന വീട്ടിൽ ഒരു വില കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബഹുമാനം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ നമ്മളെ വിചാരിച്ചു വെച്ചേക്കുന്ന ആളുകൾ നമ്മൾ കോടീശ്വരന്മാരാണെന്ന ലക്ഷപ്രഭുക്കളാണെന്ന അവരുടെ മുന്നിൽ നമുക്ക് നാണം കെടാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ കടം വാങ്ങും, അല്ലേ? ശാരിക
പറയുക. അതല്ല സംഭവിക്കുന്നത്. ലോൺ എടുക്കും, കടം വാങ്ങും, എങ്ങനെയും ഒക്കെ എണ്ണി തികച്ച് നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം അനുസരിച്ച് 101 പവനാണല്ലോ എല്ലാം തികഞ്ഞവർ നൽകുന്നതെന്നാണല്ലോ വിചാരിച്ചു വെച്ചത്. ആ 101 പവനും തികയ്ക്കാൻ വേണ്ടി എവിടെ നിന്നൊക്കെ കിട്ടാവോ അവിടെ നിന്നെല്ലാം എന്താവും, കടക്കണിയാവും. അവസാനം സ്വന്തം കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥ. പക്ഷെ വേറൊരു ഗുണമുണ്ട്, അംഗീകരിക്കത്തില്ല. ഇവരാരും അംഗീകരിക്കത്തില്ല, അയ്യോ ഞങ്ങൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. പക്ഷെ എവിടെ വേറെ എങ്ങോട്ട് ചാർത്താൻ പറ്റുമോ അങ്ങോട്ടൊക്കെ ചാർത്താൻ നോക്കും. പക്ഷെ എന്നാലും ഈ കാരണം പെൺമക്കളുടെ കാര്യത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ആണെന്നല്ലോ എന്നുള്ളൊരു മൈൻഡ് ശരിയായിരിക്കും, മക്കൾക്ക് വേണ്ടി. പക്ഷെ മക്കളുള്ള കാര്യം തലേദിവസമോ അന്നോ അല്ലെങ്കിൽ 4 മാസം മുമ്പോ അല്ലെ കല്യാണം കഴിക്കാൻ ചെറുക്കനായിട്ട് ആലോചന നടക്കുന്ന സമയത്തോ അല്ല അറിയുന്നത്. ചെറുപ്പം തൊട്ടേ അറിയാം അവർ പെൺകുഞ്ഞുങ്ങളാണെന്നും നാളെ അവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്നും. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. അവസാനം കടക്കണിയിലാവും, ഉള്ളതെല്ലാം വിറ്റ് നശിക്കും. ലാസ്റ്റ് അങ്ങനെയുള്ള ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിനാണ് ഉള്ളത് വെച്ച് 10 പവനേ ഉള്ളൂ, 10 പവൻ കൊടുത്താൽ മതി. ആ ഒരു സിസ്റ്റത്തിലേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ചേഞ്ച് ആവും അല്ലേ? അതെ, കാരണം ഈ പറയുന്ന പോലെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ ഇങ്ങനെയൊക്കെ ആർഭാടമായിട്ട് കെട്ടിച്ച് വിട്ട് കഴിയുമ്പോഴും അവിടെ ചെല്ലുന്ന വീട്ടിൽ എന്താണ്, എന്നോട് ആദ്യമേ ചോദിച്ച ഒരു ചോദ്യമില്ലേ പൗർണമി, ശരിക്കും ഏത് വീട്ടിൽ നിൽക്കാനാണ് താല്പര്യം? എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി ഹൃദയത്തിൽ നിന്ന് പറയാത്തത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നാൽ മതി? ഏതെങ്കിലും പെൺകുഞ്ഞുങ്ങൾ 99.9% പെൺകുട്ടികളും പറയും എനിക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കേണ്ട, എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞും എൻ്റെ വീട്ടിൽ നിൽക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ബിക്കോസ് ഓഫ് അവരുടെ സമീപനമാണ്. കാരണം ഈ പറയുന്ന സ്വർണവും സോക്കോൾഡ് ഈ പറയുന്ന പോലെ 50 പവനെ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളെങ്കിൽ 150 പവനാക്കി കൊടുക്കുന്ന പെണ്ണ് വീട്ടുകാരുടെ ഒരു രീതി, അതാണ് ഈ ചെറുക്കൻ വീട്ടുകാരെ കൂടെ ഇങ്ങനെ കൂതകളാക്കി മാറ്റിയെന്നും കൊലപാതകങ്ങളാക്കി മാറ്റുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. അല്ലെങ്കിൽ തുടക്കത്തിലെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറയാം, ഇതാണ് എൻ്റെ മോൾ, അവൾക്ക് ഇത്ര ക്വാളിഫിക്കേഷൻ ഉണ്ട്, അവളെ കാണാൻ ഇങ്ങനെയാണ്, അവൾക്ക് ഇത്ര ജോലിയുണ്ട്, പെണ്ണിനെയാണോ നിങ്ങൾക്ക് ആവശ്യം, സ്വത്താണോ ആവശ്യം എന്ന് ഈ നല്ല തന്തമാരോ തള്ളമാരോ കറക്റ്റായിട്ട് സഹോദരന്മാരോ ചോദിച്ച് ഓക്കെ ചെറുക്കൻ്റെ കാര്യം പറയുക, ഞാൻ ഇവിടെ അതൊന്നും ഞങ്ങൾക്ക് വിഷയമില്ല, എനിക്കൊരു പങ്കാളിയാണ്, ഇതൊന്നും നമ്മുടെ ഉടനെ ഒന്നും ഒരു കാലത്തൊന്നും നമ്മുടെ നാട്ടിലൊന്നും വരാൻ പോകുന്നില്ല, പ്രതീക്ഷയില്ല. അങ്ങനെ മാറിയാൽ നമുക്കും ഇനി വരാൻ പോകുന്ന ദമ്പതിമാർക്കും കൊള്ളാം. അല്ലെങ്കിൽ ഈ പറയുന്ന കല്യാണം എന്ന മാമാങ്കമേ അവസാനം കാൽപ്പനികതയിലായി പോകും. അതായത് ഒരിക്കലും റിയലിസ്റ്റിക് അല്ലാത്ത ഒരു ലെവലിലേക്ക് മാറിപ്പോവും. മാട്രിമോണി സൈറ്റുകളൊക്കെ പൂട്ടിയും പോകും.